മലനാട് സർവീസ് സഹകരണ ബാങ്ക് വാഗമൺ ആസ്ഥാനമായിട്ട് രൂപീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സർവീസ് സഹകരണ ബാങ്കാണ്. അതിൻ്റെ കീഴിൽ നവംബർ മാസം 1-ാം തീയതി മുതൽ പ്രവർത്തിക്കുന്ന ഒരു ടീ ഫാക്ടറിയാണ് മാസ്കോ ടീ ഫാക്ടറി, മലനാട് കോപ്പറേറ്റീവ് ടീ ഫാക്ടറി. ഈ പ്രദേശത്തുള്ള ചെറുകിട തേയില കർഷകർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള മെച്ചമായ ഒരു വില കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ കൃഷിക്കാർക്ക് മെച്ചമായ ഒരു അവർ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കുളത്തിന് മാന്യമായ അല്ലെങ്കിൽ മെച്ചമായ ഒരു വില ലഭ്യമാക്കാവുന്ന ഉദ്ദേശത്തോടുകൂടി ICDP ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ ധനസഹായത്തോടുകൂടി ആരംഭിച്ചതാണ് ഈ സ്ഥാപനം. ഇതിനകത്ത് നിലവിൽ 25ഓളം തൊഴിലാളികളും ഓഫീസ് ജീവനക്കാരും മാനേജർ ഉൾപ്പെടെ 5-6 പേരോളം പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ പരമാവധി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 24 മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ 18,000 കിലോ പച്ചക്കറി സംസ്കരിക്കാൻ സാധിക്കും. മാസ്കോ എന്ന ബ്രാൻഡിൽ കേരളത്തിലുടനീളം കേരളത്തിന് പുറത്തുമൊക്കെ ആയിട്ട് നമ്മൾ ഈ മാസ്കോ ബ്രാൻഡ് തേയില ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്തി വരും. കഴിഞ്ഞ വർഷം 3 ലക്ഷം കിലോയോളം തേയില ഉൽപ്പാദിപ്പിച്ച് നമ്മൾ കൺസ്യൂമർ ഫെഡറേഷന് അല്ലാതെ മറ്റ് സഹകരണ സ്ഥാപനങ്ങൾ, സൂപ്പർ മാർക്കറ്റുകൾ മുതലായവ വഴി വിറ്റഴിച്ചു വരും. കോർപ്പറേറ്റ് ബാങ്കിൻ്റെ ഡയറക്ടർ സാറാണ്. സാറിനോട് നമുക്ക് സംസാരിക്കാം. ഇപ്പം ഇവിടുത്തെ മാനേജരെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി എല്ലാം ഞങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞു. ഈ സ്ഥാപനം മുമ്പോട്ട് പോകാൻ വേണ്ടി വളരെ ആത്മാർത്ഥമായി ഇവിടുത്തെ ജീവനക്കാരും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ മാനേജരും ഡയറക്ടർമാരും എല്ലാം ആത്മാർത്ഥമായി പ്രവർത്തിച്ചു വരുന്നു. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാനും ഇതിൽ നിന്നും ആദായമെടുത്ത് ലാഭമുണ്ടാക്കി കർഷകന് ബോണസായിട്ടും ഗ്രാറ്റുവിറ്റിയായിട്ടും കൊടുക്കുകയും ബാക്കി വരുന്ന തുക ഈ സ്ഥാപനത്തിന് വേണ്ട ഏതെങ്കിലും ഉപകരണ സാധനങ്ങൾ വാങ്ങിച്ച് പോകുന്നതൊക്കെ വാങ്ങിച്ചിടുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് മാസ്കോ ടീ ഫാക്ടറി. ഇപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം ഇവിടുത്തെ പ്രസിഡന്റ് മാനേജർ പറഞ്ഞു കഴിഞ്ഞു. ആ രീതിയിലാണ് ഈ ഫാക്ടറിയുടെ പോക്ക്. കാലം